പാർട്ടി കോൺഗ്രസിൽ പോലും എത്തേണ്ടതില്ലെന്ന് പറഞ്ഞ് എംപിമാരെ ഡൽഹിയിൽ നിർത്തി വഖഫ് ഭേദഗതി നിയമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത സിപിഎമ്മിന് പുതിയ പ്രതിസന്ധി. ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം വഖഫ് ബില്ലിന് ഭാഗികമായ അനുകൂല നിലപാടെടുക്കുന്നതാണ് പുതിയ വെല്ലുവിളി. സിപിഎമ്മിന്റെ ഒറ്റ താൽപര്യത്തിൽ മുന്നണിയുടെ ഭാഗമായതാണ് ജോസ് കെ മാണിയും കൂട്ടരും. അവർ മുന്നണിയുടെ പൊതുനിലപാടിന് വിരുദ്ധമായ നിലപാടെടുക്കുന്നതിൽ മറുപടി പറയേണ്ടി വരിക സിപിഎം ആകും. വഖഫ് ഭേദഗതി ബില്ലിലെ ചില വ്യവസ്ഥകളോട് യോജിപ്പില്ലെന്നാണ് രാജ്യസഭാംഗം കൂടിയായ ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത്. ബിൽ രാജ്യസഭ പരിഗണിക്കുന്നതിനിടയിലാണ് ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. However, any undemocratic attempt to alter this delicate balance must be opposed, while necessary reforms to uphold the right of all citizens should be welcomed. By and large, I oppose this bill and the overall intention of the government to interfere the religious affairs of the minorities. But my party, Kerala Congress M, acknowledges a positive aspect, the provision allowing Waqf Board decision to be challenged in the court of law. Currently, Waqf Boards in India operate with the extraordinary autonomy, possessing the power to designate any land. The issue is clearly evident in the Kerala Munambam case. Around 610 families who belong to various religious denominations now face the threat of losing their lands due to Waqf claims. മുനമ്പം മുൻനിർത്തിയാണ് ബില്ലിലെ ചില വ്യവസ്ഥകളെ അംഗീകരിക്കുന്നത് എന്നാണ് വിശദീകരണം. എന്നാൽ വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ അംഗീകരിക്കുന്നില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ സഭാ നേതാക്കൾക്കിടയിൽ സ്വാധീനമില്ല എന്ന ചിന്ത ജോസ് കെ മാണിയെ കുറച്ചു നാളുകളായി അലട്ടുന്നുണ്ട്. ഇടതുമുന്നണിയുടെ ഭാഗമായതോടെ എല്ലാ കാലത്തും ചേർത്ത് നിർത്തിയ കത്തോലിക്ക സഭ ചെറിയ രീതിയിലെങ്കിലും അകൽച്ച കാണിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം ഒറ്റയടിക്ക് മറികടക്കാനാണ് വഖഫ് ബില്ലിലെ അവസരം ജോസ് കെ മാണി ഉപയോഗിക്കുന്നത്. ബില്ലിനെ കേരളത്തിലെ എംപിമാർ അനുകൂലിക്കണമെന്ന് കത്തോലിക്ക മെത്രാൻ സമിതി ആവശ്യപ്പെട്ടിരുന്നു. സുരേഷ് ഗോപി ഒഴികെ ആരും ഇത് പരിഗണിച്ചില്ല. ഈ അവസരമാണ് ജോസ് കെ മാണി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ജോസ് കെ മാണിയുടെ ഈ പിന്തുണയ്ക്കെതിരെ സിപിഎം നിലപാടെടുക്കുമെന്ന് ഉറപ്പാണ്. കാരണം മുന്നണിയിൽ ഇത് സംബന്ധിച്ച് വിമർശനമുണ്ടായാൽ മറുപടി പറയേണ്ടി വരിക സിപിഎം ആണ്. മുന്നണിയുടെ അച്ചടക്കം പാലിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന സന്ദേശം തന്നെയാകും സിപിഎം നൽകുക. ഇത് അവസരമായി കണ്ട് ജോസ് കെ മാണി മുന്നണി മാറി UDF പാളയത്തിൽ എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്.